നേരിട്ട് അഭിപ്രായം പറയാൻ സാധിക്കാത്തവർ സോഷ്യൽ മീഡിയയിൽ ഒളിച്ചിരുന്ന് കല്ലെറിയുന്നു. ഇത് മിക്കവാറും മോഹൻലാലിനെ കുറിച്ചായിരിക്കും ആസിഫ് അലി പറഞ്ഞിട്ടുള്ളത്. അല്ല ആസിഫേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഉണ്ട്, മേജർ രവി. വന്ന് പച്ചക്കള്ളം പറഞ്ഞ്, മേജർ കള്ളങ്ങൾ. ഓക്കെ, അപ്പോഴും മോഹൻലാൽ ഒളിച്ചിരുന്ന് സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ഇട്ട്, അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കേട്ടാ. അപ്പോൾ ആസിഫ് അലി ഉദ്ദേശിച്ചത് ഈ സോഷ്യൽ മീഡിയയിൽ ഒളിച്ചിരുന്ന് കല്ലെറിയുന്ന മോഹൻലാലിനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്, വേറെ ആരെയാവാൻ ചാൻസ് ഇല്ല കേട്ടാ. അപ്പോൾ പിന്നെ അതേ കണക്ക് തന്നെ സൈബർ അറ്റാക്ക് അനുഭവിച്ചവരൊക്കെ അതിൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ. ശരിയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആസിഫ് അലി ഒന്ന് ട്രോൾ ചെയ്യാൻ ഇഷ്ടം മറ്റെങ്കിലും ഇപ്പോഴാണ് താഴെ ഇറങ്ങിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലായി കാണും നല്ലോണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആസിഫെ. എന്തായാലും ആസിഫിന് മോഹൻലാലിൻ്റെ അടുത്ത് ഇത്രയും സ്നേഹമുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായി. എന്തായാലും മോഹൻലാലിൻ്റെ അടുത്ത് ആസിഫ് പറയുക, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ അടുത്ത് പറയുക, ഒളിച്ച് ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഇത് പറയാതെ നേരിട്ട്, അതായത് മേജർ രവി പറഞ്ഞ മേജർ കള്ളത്തിന് അറ്റ്ലീസ്റ്റ് വന്നിട്ട് പറയുക, മേജർ രവി പറഞ്ഞത് കള്ളമാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം മോഹൻലാൽ കാണിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജാണ് വന്ന് പറയുക. ഇപ്പോൾ ഇതിന് പകരം മല്ലിക സുകുമാരനെ ഇറക്കി വിട്ടണം, അങ്ങനെയല്ല എന്ന് പറഞ്ഞു അവരൊന്ന് പറയേണ്ട, അവരുടെ മോനെ രക്ഷിക്കേണ്ട ആവശ്യം അവരെ കൊണ്ട്. അവർ പറയുന്നതാണ് സത്യം എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ പൃഥ്വിരാജും മോഹൻലാലൊക്കെ അടയിരുന്നിട്ട് സോഷ്യൽ മീഡിയക്കകത്തൂടെ പോസ്റ്റ് ഇടുകയും പോസ്റ്റ് ഷെയർ ചെയ്യുകയും മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന അവർ, ആസിഫ് അലി പറഞ്ഞ കണക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ സാധിക്കാത്ത കാരണം സോഷ്യൽ മീഡിയക്കകത്തിരുന്ന് കല്ലെറിഞ്ഞ് കളിക്കുന്നു അല്ലേ. അപ്പോൾ ശരി ആസിഫ്, നല്ല കാര്യമാണ് ആസിഫ് പറഞ്ഞത്.